ഈ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ്റെ ഒരു മനസ്സായിരിക്കും. ബിക്കോസ് ഇനി തുടർന്ന് ഈ ഒരു എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്ത് കോഴ്സിന് പോകുന്നൊക്കെ ഒരു കൺഫ്യൂഷനിലായിരിക്കും. ഞാനും ഇതേപോലെ കൺഫ്യൂഷൻ നിന്നൊരു ദിവസം ഉണ്ടായിരുന്നു. ഒരു 2006 ടൈമിലായിരുന്നു എൻ്റെ പ്ലസ് ടു പാസ് ഔട്ട് ആയത്. ഞാൻ ഈ പറഞ്ഞ പോലെ എന്നെ കൊന്നാലും നഴ്സിങ്ങിന് പോകത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാൾ എൻ്റെ അപ്പൻ്റെ നിർബന്ധത്തിലായിരുന്നു ഞാൻ നഴ്സിങ്ങിന് പോയത് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രൗഡായിട്ടൊരു ദിവസമായിരുന്നു. ബിക്കോസ് നിങ്ങളിങ്ങോട്ട് കാണിക്കാൻ പോലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം ഈ നമ്മുടെ ഓൺലൈൻ സെക്ഷനും സ്റ്റിച്ചിങ് യൂണിറ്റും ഒക്കെ എൻ്റെ അപ്പൻ ആദ്യമായിട്ട് വന്ന് ഇന്നലെ വന്ന് വിസിറ്റ് ചെയ്തു. കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എന്നെക്കുറിച്ച് ഓർത്ത് കുഞ്ഞൊരു അഭിമാനമൊക്കെ തോന്നിയിട്ടുണ്ടാകും. ഞാൻ നഴ്സിങ്ങിന് പോകത്തില്ല എന്ന് നിർബന്ധം പിടിച്ചപ്പം എന്നോട് എൻ്റെ അപ്പൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, നിനക്ക് ഒരു പെട്ടെന്ന് ജോലി കിട്ടാനും ഏറ്റവും പെട്ടെന്ന് കുറച്ച് ക്യാഷ് കൈവരാനും ഏറ്റവും നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ആണ്. ഇപ്പം നീ അതിന് പോകും, അതിനുശേഷം നീ പിന്നീട് നിൻ്റെ ഫ്യൂച്ചർ നീയും നിൻ്റെ പാർട്ണറും ഒക്കെ കൂടെ നീ തീരുമാനിച്ചോളുക. അപ്പോൾ അതനുസരിച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ ലൈഫ് ഞാൻ സെറ്റ് ചെയ്തത്. അന്ന് ഞാൻ അപ്പനെ റെഫ്യൂസ് ചെയ്ത് എൻ്റെ ഇഷ്ടപ്പെട്ടൊരു കോഴ്സിന് മാത്രം ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഫ്ലോറൻസയുടെ അടിത്തറ എന്ന് പറയുന്നത് എൻ്റെ നഴ്സിംഗ് ആ ഒരു ജീവിതത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. അപ്പം എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ പാരൻസ് പറയുന്നതനുസരിച്ച് അവരെപ്പോഴും നമ്മുടെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ കണക്കാക്കിയായിരിക്കും അവർ നമ്മളോട് ഓരോ ഉപദേശങ്ങൾ തരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിലേക്ക് കിടക്കാം അല്ലേ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസ്റ്റോക്ക് വീഡിയോ ആണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 6 months കൂടുതലായിട്ടുണ്ടാവും നമ്മളിതിന് മുന്നേ ഒരു തവണ കൊണ്ടുവന്നിട്ട് നമ്മളിത് കൊണ്ടുവന്നേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. വിചിത്ര സിൽക്ക് ഫാബ്രിക്കിനകത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നേക്കുന്ന ടോപ്പും ദുപ്പട്ടയും ബോട്ടമില്ല 1190 റേറ്റിലേക്കാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ക്രേപ്പ് ലൈനിങ്ങാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലേക്ക് 3 പാരൽ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ദുപ്പട്ടയുടെ സൈഡിലേക്കായിട്ട് സ്കാലപ്പും എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കും സ്ലീവിലേക്കുമായിട്ടും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അതും സെറിയുടെ എംബ്രോയിഡറി വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എലഗൻസ് നല്ല കൂടുതലായിട്ടുണ്ട്. ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓണിയൻ പിങ്കും മോവ് പിങ്കും കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിഷ് മെറൂൺ ആട്ടോ. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഷെയ്ഡ്സിനകത്തേക്ക് ആ ഒരു സെറിയുടെ എംബ്രോയിഡറി വർക്ക് വന്നപ്പോഴത്തേക്കും അതിൻ്റെ എലഗൻസ് ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് ബ്ലാക്ക് ആട്ടോ. ബ്ലാക്കിനകത്തേക്ക് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ ആ ഒരു സെറി വീവിങ് വന്നേക്കുന്നത്. ഇതിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് കളേഴ്സ് ആണെങ്കിലും ബൾക്ക് ഓർഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ ത്രൂ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക. ബിക്കോസ് ഇത് യൂണിഫോമിനായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരുപാട് നമ്മൾ സെല് ചെയ്തിട്ടൊരു പ്രൊഡക്റ്റാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി 1190 റേറ്റിലേക്കാണ്. ജസ്റ്റ് ഒരു ഷോർട്ട്സ് അല്ലെങ്കിൽ ഒരു ക്യാപ്പിൽ ഇതിനടിയിലേക്ക് യൂസ് ചെയ്താൽ മതി. നല്ല ലെങ്ത്തിലേക്ക് ഓൾമോസ്റ്റ് 47-48 ഇഞ്ചസ് ലെങ്ത്തിലേക്കാണ് ഇപ്പോൾ ഒരു ടോപ്പ് ചെയ്തെടുത്തേക്കും. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ പീച്ച് ആട്ടോ. ഇതിൻ്റെ ഒന്നൊരു ഭംഗി വീഡിയോയിൽ എത്രത്തോളം കിട്ടുന്നറിയില്ല. ഒരു സിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കും കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു പേസ്റ്റൽ പീച്ച്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മളൊരു ഡാർക്ക് മെറൂണിനകത്തേക്ക് ഒരു ബ്രൗണും കൂടെ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. ചെറിയൊരു കോളർ നെക്കോട് കൂടിയാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. ഇവിടേക്കായിട്ടൊരു വി കട്ടിങ്ങും. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ കളറിലേക്കാട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോറസ്റ്റിലേക്ക് വന്നിരിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ റെഡി ടു ഡിസ്പാച്ചിലേക്കും കൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിതിൻ്റെ 1-2 പ്രാവശ്യം നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്ത പ്രൊഡക്റ്റാണ്. അത്രയും ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് റെഡി ടു ഡിസ്പാച്ചിലേക്ക് അത്രയും ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്.